നമ്മൾക്കിന്ന് പയറ് കഞ്ഞി ഉണ്ടാക്കാം. അതിന് ഒരു നാഴി പച്ചരി, ഒരു കുഞ്ഞു ചെറിയൊരു ഗ്ലാസ്സിന് ചെറുപയർ രണ്ടും കൂടി ഒന്ന് കഴുകി വേവിക്കാനിടാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് നമുക്ക് അരി വാരിയിടാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉലുവ ഇടുക. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ ഇടാം, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പയറ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹലോ, പയറ് മുളച്ചിട്ടുണ്ട്, പക്ഷെ പയറായിട്ടില്ല. അതിനകത്ത് പയറിൻ്റെ ഇല വെച്ച് നമുക്ക് ഇന്നൊരു തോരൻ ഉണ്ടാക്കി നോക്കാം. പയറിൻ്റെ ഇല ഒരുപാട് മൂത്തതും വേണ്ട, തീരെ മൂപ്പില്ലാത്തതും വേണ്ട, ഒരു ഇടത്തരം ഉള്ള ഇലയാണ് നമ്മൾ പറിക്കേണ്ടത്. ഇല കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്ന് എടുത്ത് നമ്മൾക്ക് കയ്യിൽ ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കണേ. എന്നിട്ട് വേണം വരിയാൻ. ഇതുപോലെ ഇങ്ങനെ അടുക്കി വയ്ക്കണം കേട്ടോ കയ്യിൽ. എന്നിട്ട് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങ, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇത്തിരി ഒന്ന് വേവിച്ചെടുക്കുക. വരുന്നുണ്ട്. അതിനകത്തോട്ട് സാധനങ്ങളെല്ലാം ഇടാം. വെളിച്ചെണ്ണയിൽ മാത്രം, വെള്ളമില്ലാതെ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് പണ്ടൊക്കെ കുറേ മുന്നൊക്കെ അമ്മ ചെയ്യണതാണ് ഇങ്ങനെ. അന്നൊന്നും കുറേ വെളിച്ചെണ്ണയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് പകരം അവർ വെള്ളമാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇച്ചിരി വേവിച്ചെടുത്തിട്ട് എന്നിട്ടാണ് അതിനകത്ത് പയറിൻ്റെ ഇല ഇടുന്നത്. ഇടാം. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച് ആക്കിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച പയറിൻ്റെ ഇല ഇടാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആയിക്കാണ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്കിങ്ങനെ അടച്ച് വയ്ക്കാം. പയറിൻ്റെ ഇല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ടൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കും. നല്ല കനലുണ്ട്. അപ്പോൾ നമുക്ക് 2 പപ്പടവും കൂടി അതിനകത്തുനിന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ കഞ്ഞി, പയറിൻ്റെ ഇല തോരൻ, പപ്പടം ചുട്ടത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും.